വെൽക്കം ബാക്ക് ടു സേറാസ് എൻ്റർടൈൻമെൻറ്റ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു വെറൈറ്റി ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബട്ടർഫ്ലൈ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. ഇത് കുഞ്ഞുങ്ങളുടെ തലയിൽ നമ്മൾ ഹെയർ ബാൻഡിലൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്ത് ഡ്രസ്സിനൊക്കെ മാച്ചായിട്ട് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നല്ല സിമ്പിളാണ്. ഇതുപോലെ സെൻറ്ററിലൊന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം അതുപോലെ തന്നെ അതിൻ്റെ അതേ സെയിം ലൈനിൽ തന്നെ കുറച്ച് മുകളിലായിട്ട് രണ്ടാമതൊന്നും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഈ എഡ്ജ് അതിനോടൊന്ന് യോജിപ്പിക്കുക. എന്നിട്ടൊരു ഒന്ന് മടക്കുന്ന പോലെ ആ ഒരു മടക്ക് വീഴണം. നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ. അപ്പം ആ ഒരു മടക്ക് വീണിട്ടുണ്ട്. അപ്പോൾ അത് ആ ചെറിയ പോർഷൻ നമുക്ക് കട്ട് ചെയ്തങ്ങ് മാറ്റാം. അപ്പം ഞാനിതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറുതും അതിനേക്കാളും കുറച്ചുകൂടി ഒരു പൊടിക്ക് വലുപ്പമുള്ളതും മറ്റേ അതർ സൈഡ്. അപ്പോൾ എന്ന് വെച്ചിട്ട് നമുക്കിതെങ്ങനെയാണ് ഇതൊരു കോൺ ഷേപ്പിൽ, ആ ചെറിയ ഭാഗം കോൺ ഷേപ്പിൽ ഒന്ന് ഫോൾഡ് ചെയ്യാം. എന്ന് വെച്ചിട്ട് ഇത് ഒരു ഷേപ്പും ചെയ്ത് കൊടുക്കുക. അതിൻ്റെ എഡ്ജസ് ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പ് ആക്കി കൊടുക്കുക. അപ്പം ഈ ഒരു രീതിയിലിത് കിട്ടും. ഒന്ന് തുറന്ന് കാണിച്ചു തരാം. കാണാമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും. എന്നിട്ട് ഇതെങ്ങനെയാണ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ഇത് അറ്റാച്ച് ചെയ്ത് നോക്കാം. ഉള്ളിലോട്ട് ഒന്ന് മടക്കുന്നു. അതിനുശേഷം പുറത്തോട്ട് ഇതുപോലെ തന്നെ ചെറിയ രീതിയിൽ കുറച്ച് പിടിക്കുമ്പോൾ അതനുസരിച്ച് പിടിച്ചിട്ട് മടക്കണം. പിന്നെ ഒന്നും കൂടി അതിൻ്റെ ആ ഒരു സൈഡ്, ആ മിഡിൽ ഭാഗത്ത് ഉള്ളിലോട്ട് മടക്കുക. എന്നിട്ടിങ്ങനെ കൂട്ടി ഒതുക്കി പിടിക്കുക. ഇതുപോലെ പയ്യെ ചെയ്താൽ മതി. ആദ്യം ചെയ്യുമ്പോൾ പിന്നെ അതങ്ങോട്ട് വശമായിക്കോളും. അപ്പോൾ കയ്യിൽ നല്ലവണ്ണം നല്ല രീതിക്ക് പിടിച്ചിട്ട് നമുക്കിതൊരു സൂചി നൂലും വെച്ചിട്ട് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. അത് പോകാത്ത രീതിയിൽ. ഒരുപാട് ടൈറ്റ് ആക്കുമ്പോൾ അതിങ്ങനെ മുറിഞ്ഞു പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഒരുപാട് വേണ്ട. ആ ഒരു ഇതുപോലെ ഒന്ന് നല്ല രീതിക്ക് അഴിഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു ചിറകായി, പൂമ്പാറ്റയുടെ ഒരു ചിറക് റെഡി ആയിട്ടുണ്ടേ. ഇനി നമുക്ക് അടുത്ത് മുറിച്ച് വെച്ച് പീസ് എടുക്കാം. എന്നിട്ട് അതുപോലെ തന്നെ ഇച്ചിരി വലിപ്പം കൂടുതലുണ്ടെന്നേ ഉള്ളൂ. ഇതുപോലെ തന്നെ മടക്കുക. അതിനുശേഷം ആദ്യം ഉള്ളിലോട്ട്, പിന്നെ ഇതുപോലെ ഔട്ട്വേർഡ്, അതിനുശേഷം ഒന്നുകൂടെ ഉള്ളിലോട്ട്, രണ്ട് സൈഡും ഇതുപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് കൂട്ടി ഇതുപോലെ നമ്മൾ ആദ്യത്തെ ചെയ്തതുപോലെ തന്നെ കൂട്ടി പിടിക്കുക. ഒരു ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ടൈ ചെയ്യുക. ഇപ്പോൾ എളുപ്പമാണ്. ഇത് ഒന്ന് കയ്യിലൊന്ന് ഒരു വശമായി കിട്ടിയാൽ നന്നായിട്ട് നല്ല ബട്ടർഫ്ലൈസ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ പൂമ്പാറ്റയുടെ അടുത്ത ചിറകും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടെ യോജിപ്പിക്കണം. ആദ്യം വലുത് ഇതുപോലെ വെക്കുക. അതിൻ്റെ താഴെയായിട്ട് ചെറുത്, നമ്മൾ പിക്ചറിലൊക്കെ കാണുന്ന അങ്ങനെയല്ല, അതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് കമ്പൈൻ ചെയ്യണം. ഇത് രണ്ടും കൂടെ നടുക്കൂടെ ഒന്നുകൂടെ ഇട്ടൊരു ടൈ ചെയ്ത് കൊടുത്തതിന് ശേഷം കാണിച്ചു തരാം. ഇതുപോലെ തന്നെ നീഡിലും ത്രെഡും ഉപയോഗിച്ച് ടൈ ചെയ്ത് കൊടുക്കുക. നല്ലവണ്ണം നന്നായിട്ട് ടൈ ചെയ്യുക. അഴിഞ്ഞു പോകാത്ത രീതിയിൽ, ഒരുപാട് മുറുക്കണ്ട. അപ്പോൾ രണ്ട് ചിറകും കൂടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നോക്കൂ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. മുകളിലത്തേത് രണ്ടെണ്ണം ഇച്ചിരി വലുപ്പത്തിൽ, താഴത്തെ അതിനനുസരിച്ച്. ഇനി നമുക്ക് അതിൻ്റെ ആ ഫ്രണ്ട് പോർഷൻ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഇതുപോലെ രണ്ട് മുത്ത് വെച്ചൊരു എടുത്തിട്ടുണ്ട്.
അത് കഴിഞ്ഞിട്ട് നമ്മൾ ടൈ ചെയ്ത് കൊടുത്ത നൂലിൻ്റെ ഭാഗം ത്രെഡ് കാണാതെ അതൊന്ന് മറച്ചു വയ്ക്കണം. അതിനായിട്ട് ഈ ഫോം ഷീറ്റിൻ്റെ തന്നെ ഒരു ചെറിയൊരു ഇതുപോലെ മുറിച്ചെടുക്കുക. ചെറിയൊരു കഷ്ണം മുറിച്ചെടുത്തിട്ട് ഒരു ഗ്ലൂ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അതവിടെ സെറ്റായിരുന്നോളും. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് റാപ്പ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഇനി നമുക്ക് ബട്ടർഫ്ലൈയുടെ ആൻറ്റിന ഇത് അവിടെ ഒന്ന് ഫിക്സ് ചെയ്യണം. അതിനായിട്ട് ഞാനതിൻ്റെ അതൊന്ന് മറിച്ചിട്ടിട്ട് ബാക്ക് അടിയിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഒട്ടി നിൽക്കും. ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നോക്കൂ, നമ്മുടെ ബട്ടർഫ്ലൈ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നല്ല സ്മോൾ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ ആണ്. അപ്പോൾ നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്ന് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഹെയർ ബാൻഡിലും ഹെയർ ക്ലിപ്സിലും ഒക്കെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. കുഞ്ഞുങ്ങൾക്ക് നല്ല ഇഷ്ടമാവും.